ഹലോ ഗൈസ്, എൻ്റെ പേര് സെബിൻ സെറിയ. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീസ്. ഡേ ജോബ് വന്നിട്ടുണ്ട്. അതിൻ്റെ അത്ര ചാട ജോബ് വന്നിട്ടുണ്ട്. ജോബിൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ആ സാധനം എന്താണെന്ന് കാണിച്ചത്. അതിന് മുമ്പ് ഇത് ജോബിൻ്റെ ക്യാമറയാണ്. നമ്മുടെ അക്വേറിയത്തിനെ ഫേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ചത്തോടല്ല ചത്തോ? അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ചെറുമീൻ വരാലിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം തീറ്റ കൊടുക്കാൻ പോകുന്ന സാധനത്തിന് കാണിച്ചു തരാം. ഇതിനെയാണ് ഞങ്ങൾ വരാലിന് കൊടുക്കുന്നത് കേട്ടോ. ഇതിനെയാണ് ഞങ്ങൾ വരാലിന് ഇട്ട് കൊടുക്കുന്നത്. ജോബിനാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജോബിൻ്റെ 5D Mark IV അല്ല, 5D Mark IV എന്തൊക്കെയോ വലിയ മുടിഞ്ഞ ലെൻസ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെ പേരെടുത്തില്ല. 35mm എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതിനകത്തുണ്ട് കേട്ടോ ആള്. നമ്മളെ വളർത്തുന്ന മീൻ ഇതിനകത്തുണ്ട്. അവനെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പുള്ളി റെസ്റ്റിലാണ്. പുള്ളി കേട്ടോ അവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇനി നമ്മുടെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടുകൊണ്ട് വരും. എന്നാ കമൻറ്റ് അടിക്കാൻ അറിയാമല്ലോ. കുറേ കമൻറ്റ് ഇട്ടുകൊണ്ട് വരും. കാരണം നമ്മൾ ലൈവായിട്ടുള്ള മീനെ പിടിച്ച് മറ്റേ മീന് തിന്നാൻ കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എൻ്റെ സുഹൃത്തുക്കളെ ചൂണ്ടിടാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇത് സർവ്വസാധാരണ സംഭവമാണ്. ഞങ്ങൾ ആറ്റിൽ നിന്ന് ജീവനുള്ള മീനെ പിടിക്കും. എന്നിട്ട് വാള പോലെയുള്ള മീനുകൾക്ക് ലൈവായിട്ടുള്ള മീനെയാണ് നമ്മൾ തീറ്റ ഇടുന്നത്. അല്ലെങ്കിൽ തവള, മണ്ണിര, അപ്പം ജീവനുള്ള സാധനങ്ങളാണ് ശരിക്കും നമ്മൾ മീനിന് തീറ്റയായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീനിന് തീറ്റ കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനെന്തെങ്കിലും ലൈവ് തീറ്റ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന മീനിൻ്റെയും അതിന് ഞങ്ങൾ എങ്ങനെ കൊടുക്കുന്നതെന്നും ഞങ്ങൾ സ്ലോ മോഷൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ ക്യാമറ മീനെ പിടിക്കാം. ലൈറ്റ് ഞാൻ അക്യൂറേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. അതെ, ഞാൻ വീഡിയോയ്ക്ക് ഒരു ഗുമ്മിന് പറഞ്ഞല്ലോ. നീ അതിശയിക്കാതെ ക്യാമറ ഓണാക്കി ഫ്രെയിം വെച്ചൊന്ന് കാണിച്ച് എന്തായാലും കാണട്ടെ. ഇത്ര വെട്ടമുള്ളൂ ഈ ക്യാമറയ്ക്ക്. എൻ്റെ ക്യാമറ ഇതിനേക്കാൾ വെട്ടമുണ്ടല്ലോ. സ്ലോ മോഷൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫറാണ് കേട്ടോ. അതിൻ്റെ പ്രൊഫൈലിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കിടക്കാച്ച് വീഡിയോസ് ഉണ്ട്. ഇതാണ് ഫ്രെയിം. ഒന്ന് ടച്ച് ചെയ്ത് ഫോക്കസ് ചെയ്താൽ വേണ്ട. ഇതാണ് കേട്ടോ നമ്മളിപ്പം വെക്കാൻ പറ്റുന്ന ഫ്രെയിം. നമ്മുടെ മീൻ എന്ത് അടിക്കും പിടിച്ച് വിശന്ന് പരിഞ്ഞിട്ട് അതിന് അനങ്ങാൻ പോലും ഇല്ല. കുറച്ച് ദിവസമായിട്ട് തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ലൈവായിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലാറ്റിനെ കൊണ്ട് കൊടുക്കുന്നത്. ഇത് കണ്ടോ പുള്ളി അവിടെ കയറി കേട്ടോ. ഇവൻ പറഞ്ഞാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ആ മീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കാൻ തോന്നും. സത്യം മാത്രം. മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തിന്നാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. ഒരു സക്കറുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ പേടിച്ച് പറഞ്ഞു. അതായത് ചെറുമീൻ തീറ്റ കൊടുത്ത് 2 ദിവസം അതുകൊണ്ട് സക്കറ തളയ്ക്കാതെ എപ്പോഴും പുറത്തിറങ്ങിയാണ് തിന്നുമായിരിക്കും. എനിക്കറിയത്തില്ല. അതുകൊണ്ട് അല്ലടാ ഈ സക്കര പുറത്തിറങ്ങാറില്ല. കാരണം എനിക്ക് പേടിയാന്ന് തോന്നുന്നു. ചെറുമീൻ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം എപ്പോഴും ആ ഗുഹയ്ക്കകത്താ ഇരിക്കുന്നുണ്ടോ. ഇപ്പം കണ്ടോളെ ഈ ഇരിപ്പൊക്കെ കുറച്ച് നേരത്തേക്ക് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇവൻ്റെ ആക്രമണം കണ്ടോളാം. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതേ ഇവന്മാരെ അതിന് കൊടുക്കാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തല്ലോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇതുപോലെ ക്യാമറ ഓണാണോ? ക്യാമറയൊക്കെ ഓണാണ്. പിടിച്ച് ക്യാമറ ഓണാണ്. ഓണാണോ? ഓണാണ്. ഓക്കെ. അപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ മീൻ ഏകദേശം 5-6 ഉണ്ട്. അടുത്ത ലൈറ്റ് ചെയ്ത് ഓടി പോകും. അപ്പോൾ നമ്മൾ മീനുണ്ട് 5-6 ഉണ്ട്. നമ്മൾ ഇവനെ അങ്ങോട്ട് ഇടാൻ പോവാണ് കേട്ടോ. മീൻ പമ്മി നിൽക്കുവാണ് അവിടെ. ഇറങ്ങിയിട്ടുണ്ട്. സിംഹം മടയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓ കിട്ടിയില്ല. അതിനെ കിട്ടിയില്ല കേട്ടോ. കിട്ടിയില്ല. ഓ ആട്ടാ അതിന് കിട്ടിയില്ല. ജീവനാണ് വെട്ടത്. ജോലിനോട് ഞെട്ടിത്തെറിച്ചിരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓ ഹെവി സാധനം, ഹെവി. ഇത് നമ്മുടെ ക്യാമറയൊക്കെ പിടിച്ചിട്ടുണ്ട്. ആഹാ കിട്ടിയോളൂ, അതിന് എടുത്തോ.
കണ്ടില്ല, കണ്ണും കാണത്തില്ല. തീറ്റ കണ്ടില്ല. തീരെ ചെറുതല്ലേ? കുഞ്ഞാ, അതുകൊണ്ട് കാണത്തില്ല. ആ മേലോടെ ഇല്ല. ഇപ്പൊ അത് പണി പാലും ലൈറ്റ് വേണം, ലൈറ്റ് വേണ്ട. ഓമനിച്ച് വളർത്താനോ വളർത്താനോ? എല്ലാത്തിനും നിന്ന് ഒരെണ്ണം കൂടി ഉണ്ട് വെച്ചാൽ ജോലിനത്തിനോടെ ഒരെണ്ണം കൂടെ വെച്ചോണ്ട് കേട്ടോ. അതെ, നമ്മൾ എന്താണെങ്കിലും അവൻ ഇതിലെ ഓടി നടപ്പുണ്ട്, ഈ സൈഡിൽ കൂടെ നടപ്പുണ്ട്. പിടിക്കുമായിരിക്കും, ക്യാമറ കാണാനല്ലേ. വരാലിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുക കേട്ടോ. വരാലിൻ്റെ പുറകിൽ കയറിയിരിക്കൂടെ. വെറുതെ 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 തലകളവിടെ ഉണ്ട്. തല എടാ, അത് മീനാണ്, ഇതിന് മനസ്സിലാകത്തില്ലല്ലോ. ഇത്രയും ഭീകരമായിട്ടുള്ള സാധനം കണ്ടാൽ മീനാന്ന് ചോദിക്കുമ്പോൾ തോന്നത്തില്ല. ഏറ്റവും സേഫ് ഒരാൾ ഒരിക്കലും കാണത്തില്ല. അവനവിടെ നിൽപ്പുണ്ട്. എന്താവും അവൻ്റെ അവസ്ഥ? പുറത്തിറങ്ങിയാൽ തീർന്നു തന്നെ. ആ അതെ, കണ്ണിൻ്റെ ഓ വെട്ടിയില്ല, എന്നിട്ട് കിട്ടിയില്ല, കിട്ടിയില്ല, കിട്ടിയില്ല. ജോബിനോട് സ്ഥാനമൊക്കെ വളരെ ക്ലോസപ്പ് എടുക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നത്. കിളിക്കാജി കിട്ടിയോ? കിട്ടിയോ? നിനക്ക് ഷോട്ട് കിട്ടിയോ? ഷോട്ട് കിട്ടിയോ? നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളെ മീനിനെ കൊന്നെന്ന് പറഞ്ഞ ആരും വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കേണ്ട. കാരണം ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചെറുമീൻ തിന്നുന്നത് ജീവനുള്ള മീനുകൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്ത് വലിയ സങ്കടമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ നമ്മൾ ചെമ്പല്ലി പിടിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഗീവയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആളുടെ പേര് സാം ജോൺ എന്നാണ് കേട്ടോ. സാം ജോൺ എന്നാണ് ആളുടെ പേര്. ഇത് ഈ കാണുന്നതാണ് ചേട്ടൻ. കറക്റ്റായിട്ടുള്ള ആൻസർ ടോണി മാർട്ടിൻ എന്നായിരുന്നു. അപ്പോൾ നമുക്ക് സാം ചേട്ടന് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്താലോ? ചേട്ടൻ നമ്മൾ ആളെടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ സാം ചേട്ടനാണ് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത്. അപ്പം ചേട്ടൻ പെട്ടെന്ന് ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോ. പേരെങ്ങനെയാ? എൻ്റെ പേര് സാം ജോൺ എന്നാണ്. സാം ജോൺ. എവിടെ വർക്ക് ചെയ്യുന്നത്? വർക്കല്ല, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. NICT കമ്പ്യൂട്ടേഴ്സ് കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. കാണുന്നതാണ്. ഇപ്പം എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയാനുണ്ടോ? നമ്മുടെ ഈ ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനൽ എല്ലാവരും കാണണം. ഇതിനകത്ത് നിറയെ ഐഡിയാസ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഫിഷിങ്ങിന് പോകുന്നത് തന്നെ. നമ്മുടെ ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചേട്ടൻ കൊടുക്കുകയാണ്. അപ്പം സീമൻ്റെ പുതിയ ഫ്രോഗാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ വേം ഹുക്കുണ്ട്. താങ്ക് യു. അപ്പം നമ്മുടെ ചാനൽ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് അത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. ഇറ്റ്സ് മീ സെബിൻ സിറിയക് ആൻഡ് സാം.